നമുക്ക് ഈ കറവ സമയത്തിന്റെ ഇടവേള കൂടിയല്ലോ, 12 മണിക്കൂർ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും. ഞാനിപ്പോ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ മുന്നാറാണ് എന്റെ സ്വദേശം. എന്റെ പേര് അൻഡനാണ്. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു ഡയറി ഫാം നടത്തുന്ന ഒരു ക്ഷീര കർഷകനാണ്. ഈ ഒരു തീരുമാനം സർക്കാരിന്റെയും അതുപോലെ തന്നെ മിൽമയുടെ റെക്കമെൻഡേഷനോട് കൂടി ഇത് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മിൽമയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് സർക്കാർ എടുത്ത ഈ തീരുമാനം എന്ത് തന്നെയായാലും സ്വാഗതാർഹമാണ്. കാരണം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ പാലിന്റെ ഈ കൃത്യമായിട്ട് ഈ കറവയുടെ ഇടവേളകൾ തുല്യമാക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത് പശുവിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ കർഷകരുടെ ഈ സമയം പ്ലാൻ ചെയ്യുന്ന കാര്യം, ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിലായാലും വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നും നമ്മുടെ നാട്ടിൽ പഴയതുപോലെ നാടൻ പശുക്കളല്ല, ക്ഷീരകർഷകരൊക്കെയും സങ്കരയിനം പശുക്കളെ, വലിയ ഹൈ ഈൽഡ് പശുക്കളെയാണ് ആശ്രയിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഹൈ ഈൽഡ് പശുക്കൾ 10-30 ലിറ്ററൊക്കെ പാല് കറക്കുന്ന പശു രാവിലെ നമ്മൾ 4 മണിക്ക് കറവ് കഴിഞ്ഞ് വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ വീണ്ടും കറവയിലോട്ട് പോവുകയാണ്. ആ ഉച്ചക്കലത്തെ കറവ് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 4 മണിക്കാണ് അടുത്ത കറവ്. ഏതാണ്ട് വലിയ 10, 18, 19 മണിക്കൂറോളം ഗ്യാപ്പാണ് വരുന്നത്. അപ്പൊ അത്രയും സമയം ഈ പശുവിന്റെ അകിടിൽ പാല് വെക്കുക, അതുകൊണ്ട് തന്നെ അകിടി രോഗം പോലെ, അകിടി വീക്കം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ പശുവിനെ ബാധിക്കാനും പശുവിന്റെ ഉൽപാദനക്ഷമതയെ തന്നെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളെ ഇത് ലഘൂകരിക്കുമെന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. മറ്റൊരു കാര്യം എന്നുള്ള കർഷകർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു സമയക്രമം ക്ലിപ്തപ്പെടുത്താനുള്ള വലിയൊരു മാർഗമായിട്ട് ഇതിനെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാവിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്കൊരു ചെറിയ പണിയായിരിക്കും, വൈകുന്നേരം വീണ്ടും ഫാമിലോട്ട് പോയാൽ മതി. മറ്റേതാണെങ്കിൽ രാവിലെ പോകണം, ഉച്ചക്ക് വീണ്ടും പോകണം, നിരന്തരം ഇതുമായിട്ട് തന്നെ നമ്മുടെ 8-മുക്കാൽ സമയവും ജീവിതത്തിന്റെ പോകുമെന്നുള്ള വലിയ വിഷയമുണ്ട്. അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ള വളരെ ഉൽപാദനപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട്, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. എന്ത് തന്നെയായാലും സ്വാഗതാർഹമാണ്. ഇത് തന്നെ തുടർന്നു പോകട്ടെ. ഇതൊരു കാരണവശാലും മാറ്റരുത് എന്നുള്ള ഒരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, താങ്ക് യു.